ലോകത്തിലെ സെക്കൻഡ് കേസാണിത്. ഇന്ത്യയിലെ ഫസ്റ്റ് കേസായിരുന്നു ആലിൻ ഷാജിയുടെ. ഓക്കെ 10 മാസം പ്രായമുള്ള ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഡോണർ. എവിടെ താമസിക്കുന്നത്? ഞാൻ എറണാകുളത്താണ്. ഓക്കെ. കരൾ മാറ്റ ശസ്ത്രക്രിയയിലെ നമ്മുടെ ഒരു സംശയമാണ്, ഈ കരള് കൊടുക്കുന്നുള്ളത്ര റിസ്ക് ഇല്ലെന്ന് മെഡിക്കൽ കമ്മ്യൂണിറ്റി മുഴുവൻ പറയുന്നു. അതിന് ആളുകൾ കൂടുതലുണ്ടോ അവയവദാനത്തിന്? അവയവദാനത്തിന് ഇപ്പം ഇന്നലത്തെ അതായത് ഈ മാസത്തെ കണക്ക് വെച്ചിട്ട് 3269 പേര് വിവിധ അവയവങ്ങൾക്കായിട്ട് കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ട്. ഞാനും ഒരു 10 വർഷം മുമ്പ് ഇതുപോലെ തന്നെ കിടന്നതാണ്. അപ്പം എനിക്ക് പലതരത്തിൽ ഡൊണേഴ്സ് വന്നു. അന്നാണ് ഞാൻ ബോംബെയിലായിരുന്നു. അവിടുന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഒരു നെറ്റ്വർക്ക് പിടികിട്ടിയത്. അപ്പോൾ ആ നെറ്റ്വർക്കിൽ ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വിളിച്ചു തുടങ്ങി. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതിൽ ഒരു അവയവം കിട്ടുക എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. സാർ മുമ്പേ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മിനിസ്റ്റർ പറഞ്ഞ് കേരളത്തിന് പുറത്തുള്ള കാര്യം. പക്ഷെ കേരളത്തിൽ ഒരു കാലത്ത് നന്നായിട്ട് നടന്നിരുന്നു. ആ നടന്നിരുന്നത് വളരെ കുറഞ്ഞു. കാര്യം 2015-ലൊക്കെ 15-16-ലൊക്കെ അത്യാവശ്യം നന്നായിട്ട് നടന്നിരുന്നു. പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിൻ്റെ വിവാദങ്ങൾ വലിയൊരു പ്രശ്നമാണ്. അത് ഡോക്ടർക്കും ഒക്കെ അറിയാവുന്ന കാര്യം. ഡോക്ടർക്ക് കാര്യം അവരൊക്കെ ഇപ്പോഴും ഞാനും മാത്യു സാറിനോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം ചോദിച്ചത്, എന്തിനാണ് റിസ്ക് എടുക്കുന്നതെന്നാണ് ഡോക്ടേഴ്സ് ചോദിക്കുന്നത്. ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. അത് ഇന്ത്യയിലെ തന്നെ ഏക സംഘടനയാണ് ഒരു ഓർഗൻ മാറ്റി വെച്ചിട്ട് അവരുടെ മുന്നോട്ടുള്ള ലൈഫിന് വേണ്ടി ഉള്ള ഒരു എല്ലാ ഡോക്ടേഴ്സും ചോദിച്ചാൽ ആശുപത്രി അടച്ചു പോകും. ആത്മതാളം എന്ന് പറഞ്ഞൊരു പദ്ധതി ഞങ്ങൾ ഈ ഫൗണ്ടേഷനുള്ള എല്ലാവരും 3000-നടുത്ത് മെമ്പേഴ്സ് ഉണ്ട് കേരളത്തിൽ. നമ്മളൊരിക്കലും ഒരു ഡ്രൈവ് നടത്തിയിട്ടില്ല മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട്. ഇതല്ലാതെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അറിഞ്ഞ് വന്നതാണ്. നമ്മുടെ ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റ് ലൈഫ് ഭയങ്കര മിസറബിളാണ്. കാര്യം ട്രാൻസ്പ്ലാന്റ് എങ്ങനെയൊക്കെ നടന്നു പോകും. അത് കഴിഞ്ഞിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസൻസ് മെഡിസിൻസ് ഭീകരമാണ്. ലൈഫ് ലോങ് കഴിക്കേണ്ട മരുന്നുകൾ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഗവൺമെൻറ് ഇത് വാങ്ങിച്ചെടുക്കാൻ ഞാൻ തന്നെ മിനിസ്റ്ററെ വേറൊരു ആവശ്യത്തിന് ഒരു 2 മക്കളുടെയും സർജറി കഴിഞ്ഞ് വേണ്ടത്തുള്ളൊരു അമ്മ അവരുടെ വീടിൻ്റെ ജപ്തിയായിരുന്നു. ഞാൻ വാസവൻ സാറിനെ നേരിട്ട് പോയി കണ്ടതാണ് ആ ജപ്തി ഒഴിവാക്കി കിട്ടാനായിട്ട്. 2015-ൽ ഞാൻ സർജറി നടത്താൻ അമൃതയിലായിരുന്നു. ഡോക്ടർ സുധീന്ദ്രനോട് ഞാൻ ചോദിച്ചത്, ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാളെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. കാര്യം എങ്ങനെയാണ് മുന്നോട്ടൊന്നും അറിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെ ഇല്ല വിനു, കാണാനായിട്ട് മാർഗ്ഗമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആണ് ഈ ഒരു സംഘടന രൂപീകൃതമാവുന്നതും 2022-ൽ ഇതൊരു ചാരിറ്റി ട്രസ്റ്റായിട്ട് മാറി. അപ്പം നമ്മളൊരിടത്തൊരു ഇനിഷ്യേറ്റീവാണ്, എന്തുകൊണ്ടൊരു അവയർനെസ് കൊടുത്തുകൂടാ. അങ്ങനെ ആത്മതാളം എന്ന് പറഞ്ഞ ഒരു പദ്ധതി നമ്മൾ രൂപീകരിച്ചു. കേരളം മുഴുവനായിട്ട് ആത്മതാളം തീർച്ചയായിട്ടും കേസോട്ടയുടെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ സർപ്രൈസിംഗ് ആയിട്ട് നോക്കി 4000 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ് എറണാകുളം സെൻറ്റ് തെരേസസ്. അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ടും PTA ആയിട്ട് സംസാരിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് കുട്ടികളുടെ ഒരു അവയർനെസ് നടത്തി ഒരു ക്യാമ്പയിൻ നടത്താം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഗിന്നസ് ബുക്കിലൊക്കെ പേര് വരുമെന്ന് ചോദിച്ചു. അവരുടെ സെൻറ്റിനറി ഇയർ വരും. നമ്മൾ ഭയപ്പെട്ട പോലെ ആ കുട്ടികളുടെ പേരൻസ് ഉൾപ്പെടെ കുട്ടികളും ചോദിക്കുന്നു. 4000 കുട്ടികൾ 2000 കുട്ടികളെങ്കിലും ഒന്നുമില്ല. നമ്മളുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥിതി വെച്ചിട്ട് നമ്മൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാം എന്ന് വില്ലിങ്നെസ് കൊടുത്താലും പോർട്ടലിൽ കേസോട്ടയുടെ പോർട്ടൽ രജിസ്റ്റർ ചെയ്താലും ഒരു ഫാമിലി മെമ്പറെ എതിർത്താൽ മതി, നമ്മുടെ മരണശേഷം എതിർത്താൽ മതി, നടക്കില്ല. ഓർഗൻ കൊടുക്കാൻ പറ്റില്ല. അതാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി.